ഇന്ന് ഒരു നല്ല അമല് പറയാൻ പോവുകയാണ്. എന്താണ് വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പരാജയപ്പെട്ടവരാണ് അല്ലേ? നമ്മുടെ കയ്യിലൊന്നുമില്ല. ഒരുപാട് പൈസക്കാരെ നമ്മൾ കാണാറുണ്ട്. പൈസ ഉള്ളവർക്ക് തന്നെ അള്ളാഹു വാരി വാരി കോരി ഇങ്ങനെ കൊടുക്കും നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ? നമുക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് കഷ്ടപ്പാട് ദുരിതമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര സമ്പാദിച്ചിട്ടും നമ്മളെ കയ്യിൽ നിൽക്കണില്ല, എത്ര നമ്മൾ എടുത്ത് വെച്ചിട്ടും നമ്മളെ കയ്യുമ്മ നിൽക്കണില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചിലവ് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ജോലി എടുത്ത് നമ്മളെ കയ്യിൽ പൈസ ഇല്ല. ഇങ്ങനെ എപ്പോഴും പരാതിയും പരിഭവങ്ങളും പറയുന്ന ആളുകൾ, കുടുംബത്തിലൊരു സ്വസ്ഥത ഇല്ലാത്ത ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു അമല് പറയാൻ പോവുകയാണ്. കുറേ ദിവസമായി നമ്മൾ അമല് പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാ ഈ അമല് ആർക്കും എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ്. അതാണ് ഈ അമലിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ള അമലുകളെ പോലെ റിസ്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ ഇരുന്നും ഈ അമല് ചെല്ലാൻ പറ്റും. ഒരു കുഴപ്പവും ആ കാര്യത്തിലില്ല. അത് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരും. അങ്ങനത്തെ ഒരു അമലാണ് പറയാൻ പോകുന്നത് ഇൻഷാ അല്ലാ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അള്ളാഹു അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ഞമ്മക്കൊക്കെ തരട്ടെ ഇൻഷാ അല്ലാ. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഇൻഷാ അല്ലാ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി സംസാരിക്കണമൊന്നുമില്ല, വേഗം അമല് പറഞ്ഞു തരാം. ഈ അമല് വളരെ കൗതുകത്തോടു കൂടി നോക്കി കാണുന്നൊരു അമലാണ്. നമ്മുടെ വലത് കൈ, നമുക്കൊക്കെ അറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വലത് കൈ, നമ്മുടെ വലത്തെ കൈ നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത്, രാവിലെ നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ തന്നെ നമ്മുടെ വലത്തെ കൈവെള്ള ഉണ്ടല്ലോ, കൈയിൻ്റെ വെള്ളമുദ്ര ആ നടുഭാഗത്തായിട്ട് ആ കൈവെള്ളയിലേക്കൊന്നിങ്ങനെ നോക്കുക. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ചൂണ്ട് വിരൽ കൊണ്ട് എന്ത് ചെയ്യുക? ഈ കൈവെള്ളയിൽ, വലത്തെ കൈവെള്ളയിൽ വെറുതെ ജസ്റ്റ് ഒരു അലിഫ് എന്ന് എഴുതുക. ഒരു വര, അലിഫ് എന്ന് ഒരൊറ്റ വര എഴുതുക. ആ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക? ആ കൈ അങ്ങനെ അലിഫ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ആ കൈ ഒന്നും ചെയ്യാൻ പാടില്ല. കൈ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചതിന് ശേഷം ആ കൈയിലേക്ക് നമ്മൾ യാ വഹാബു യാ റസാഖ്, യാ വഹാബു യാ റസാഖ്, യാ വഹാബു യാ റസാഖ് എന്നിങ്ങനെ ഒരു 21 തവണ സംസാരിക്കാതെ, മറ്റ് സംസാരങ്ങളൊന്നുമില്ലാതെ എന്ത് ചെയ്യുക? ഇതെന്ത് ചെയ്യുക? ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് യാ റസാഖ് യാ വഹാബ്, യാ വഹാബ് യാ റസാഖ് എന്ന് 21 തവണ ഈ കൈ വെള്ളയിൽ നോക്കി മന്ത്രിക്കുക. 21 തവണ മന്ത്രിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് തന്നെ ആദ്യം ഭൂമിയിൽ നമ്മൾ കാല് കുത്താൻ പാടില്ല, നിലത്ത് കാല് കുത്താൻ പാടില്ല. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഈ ദിക്ർ 21 തവണ മന്ത്രിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ അമലിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, എൻ്റെ അടുത്ത് സാമ്പത്തികമായ അഭിവൃദ്ധി ഒന്നുമില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് സാമ്പത്തികമായ ഒരു വഴി നീ തുറന്നു തരണം റഹ്മാനെ എന്ന് ഈ കയ്യിൽ നോക്കി നന്നായിട്ട് ദുആ ചെയ്തതിന് ശേഷം ഈ അലിഫ് എന്ന് എഴുതിയ കൈ എന്ത് ചെയ്യുക? ജസ്റ്റ് നമ്മുടെ മുഖത്തൊന്നിങ്ങനെ തടവുക. ദുആ ചെയ്ത് നമ്മളിങ്ങനെ മുഖത്ത് നമ്മൾ തടവുമല്ലോ, എന്നതുപോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്നിങ്ങനെ തടവിയാൽ മാത്രം മതി. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അമലാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കി. നിങ്ങളുടെ ജീവിതത്തിൽ കടം കൊടുക്കാനുള്ള ആളുകളുണ്ടാവും, ഒരുപാട് ആളുകൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും, നമുക്ക് കിട്ടാനുണ്ടാവും, കച്ചവടം കുറവുള്ളവരുണ്ടാവും, അങ്ങനെ പല പ്രശ്നക്കാരും ഉണ്ടാവും. ഇൻഷാ അല്ലാ നല്ലൊരു നീയത്ത് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ പവിത്രമാക്കപ്പെട്ട ഇസ്മിന് വലിയ ബറക്കത്തുണ്ട്, വലിയ പവറുണ്ട്. ആ പവർ കൊണ്ട്, ആ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യം ശരിയാകും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പറയുന്ന അമൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു കാര്യം, വിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. വിശ്വാസമില്ലാത്തവർ ചെയ്തിട്ട് വെറുതെ എന്ത് ചെയ്യണ്ട, ഫലം കിട്ടണില്ല എന്ന് പറയണ്ട. വിശ്വാസമുള്ളവർ ഇൻഷാ അല്ലാ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കി. അള്ളാഹു വലിയ ഫലം തരട്ടെ. നമ്മൾ എല്ലാവരും കടങ്ങൾ അള്ളാഹു വീട്ടിൽ തന്ന് വലിയ റാഹത്തും സന്തോഷമൊക്കെ നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ നല്ലൊരു അമൽ കൊണ്ട് നാളെ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.